പോലീസിന് ചീത്തപ്പേരുണ്ടാക്കുന്ന പുഴുക്കുത്തുകൾ ഇല്ലാതാക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ADGP RSS കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ചോദ്യത്തോടായിരുന്നു പ്രതികരണം. തൃശൂർ പൂരത്തെക്കുറിച്ച് പറയുന്ന കോൺഗ്രസ് നേതാക്കളാണ് BJPക്ക് വോട്ട് മറിച്ചത് എന്നും മന്ത്രി ആരോപിച്ചു. അതേസമയം പൂരം നടത്തിപ്പിലെ വീഴ്ച സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തോട് മന്ത്രി പ്രതികരിച്ചില്ല. തെറ്റായ എന്തെങ്കിലും പ്രവണതകൾ ഉണ്ടെങ്കിൽ, മുഖ്യമന്ത്രിയുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ പുഴുക്കുത്തുണ്ടെങ്കിൽ, ആ പുഴുക്കുത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനല്ല, ആ പുഴുക്കുത്തിൻ്റെ എണ്ണം കുറക്കാനോ പുഴുക്കുത്ത് ഇല്ലാതാക്കാനോ ആണ് LDF സർക്കാർ ശ്രമിക്കുക. ആ ശ്രമം തുടരും. ഏതൊരു പൗരൻ്റെ ഭാഗത്തു നിന്നും, ഏതൊരു കൂട്ടായ്മയുടെ ഭാഗത്തു നിന്നും ഇത്തരം പുഴുക്കുത്തുകളെ തുറന്നു കാണിക്കുന്ന നിലപാടുകൾ വരികയാണെങ്കിൽ അതിനോട് നിഷേധാത്മക സമീപനമല്ല ഗവൺമെൻറ് സ്വീകരിക്കുക. അത് പരിശോധിക്കും. മുഖം നോക്കാതെ അത്തരം വിഷയങ്ങളിൽ നിലപാടെടുക്കും. അതിനിപ്പോൾ അന്വേഷണം പൊതുവെ നടക്കുന്നുണ്ട്. ആ അന്വേഷണവും അതിൻ്റെ മറ്റു കാര്യങ്ങളും മുന്നോട്ട് പോകും. തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ BJP ജയിച്ചു? ആരുടെ വോട്ടാണ് കുറഞ്ഞത്? ഏത് പാർട്ടിയിലാണ് അതിൻ്റെ ഭാഗമായി ആഭ്യന്തര പ്രശ്നമുണ്ടായത്? ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടിയിലെ ഇന്ന നേതാക്കന്മാർ BJPക്ക് വോട്ട് മറിച്ചു എന്ന് പറഞ്ഞ് പാർട്ടി ഓഫീസിൽ ഉൾപ്പെടെ സംഘർഷ സ്ഥിതിയിലേക്ക് എത്തിയത്? ആ പാർട്ടിയുടെ പേര് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് പാർട്ടിയുടെ വോട്ടാണ് കുറഞ്ഞത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് നിയമസഭയിൽ ഒരു അംഗത്തെ തിരുവനന്തപുരം ജില്ലയിലെ നേമത്ത് 2016 കൊടുത്തപ്പോൾ അന്നും കോൺഗ്രസിൻ്റെ വോട്ട് ചോർന്നു. കോൺഗ്രസ് പിറകോട്ട് പോയി വോട്ട് മറിച്ചു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൻ്റെ ലോക്സഭാ സീറ്റുകളിൽ നിന്നും ഒരു BJP താമര ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വിജയിച്ച് വന്നപ്പോഴും അവിടെയാണ് കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞത്. കോൺഗ്രസ്സാണ് വോട്ട് മറിച്ചത്. കോൺഗ്രസിനകത്ത് പ്രശ്നമുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവിടെ ഉയർന്നു വന്നത്.